കൂട്ടിച്ചേർത്തോട്ടെ. ഓ പറഞ്ഞോളൂ. ഞാൻ ഇപ്പോ പി വി അൻവർ MLA ഇടപെടലിൽ ചില വോയിസ് കോളുകൾ പുറത്തു വന്നത് ശരിയാണ്. എന്റെ ഒരു ചോദ്യമുണ്ട്. മലപ്പുറം ജില്ലയിലെ ഒരു MLA എന്ന രീതിയിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ പി വി അൻവർ MLA എവിടെയായിരുന്നു? ASI ശ്രീകുമാറിന്റെ ആത്മഹത്യയും അദ്ദേഹത്തിന്റെ ഡയറി നശിപ്പിച്ചതും ഞങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം മൗനമായിരുന്നു. താനൂർ കസ്റ്റഡി കൊലപാതകത്തെക്കുറിച്ച് നിങ്ങളുടെ ചാനലും നമ്മൾ ഉൾപ്പെടെ ഒരു പോരാട്ടം നയിച്ചപ്പോൾ അവർ മൗനത്തിലായിരുന്നു. താനൂരിലെ വോട്ടപകടം കേസ് അട്ടിമറിക്കുന്നു എന്ന് യൂത്ത് ലീഗ് പറഞ്ഞപ്പോൾ അവർ മൗനത്തിലായിരുന്നു. മലപ്പുറത്ത് കേസ് ആസൂത്രിതമായി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ അബ്ദുറഹ്മാനും ഈ പറഞ്ഞ അൻവർ MLA ഒക്കെ മൗനത്തിലായിരുന്നല്ലോ. മാത്രമല്ല ഈ പറയുന്ന മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാപ്പ കേസുകൾ ചുമത്തപ്പെട്ട ജില്ലയായി മലപ്പുറം ജില്ല സുജിദാസിന്റെ കാലത്ത് മാറിയപ്പോൾ ഇവർ മൗനം പാലിച്ചു. അഴിമതി കേസുകളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ. മരമുറി കേസ് മാത്രമല്ല, കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലെ കെട്ടിട നിർമ്മാണത്തിൽ അഴിമതിയുണ്ട് എന്ന് രേഖാമൂലം പരാതി ഞങ്ങൾ നൽകി. ഇപ്പോൾ അൻവർ MLA നൽകിയ പരാതിക്ക് മുകളിലല്ലോ ഈ പ്രശ്നം ഉണ്ടായത്. ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു SI അദ്ദേഹത്തെ ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെ സസ്പെൻഡ് ചെയ്ത് അദ്ദേഹം നൽകിയ പരാതിക്ക് മുകളിലാണ് ഇപ്പൊ ഈ കോലാഹലം ഉണ്ടായത്. അൻവർ MLA എൻട്രി ഞങ്ങൾ കണ്ടത് അദ്ദേഹത്തിന്റെ പാർക്കിലെ റോപ്പ് 60 ലക്ഷം രൂപയുടെ റോപ്പ് കാണാതായപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പോലീസ് അന്വേഷിച്ചില്ല എന്ന ഒരു ഭാഗത്താണ് അൻവർ MLA ഇടപെടൽ ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഇടപെടലിനെ നിസ്സാരമായി കാണുന്നില്ല, വില കുറച്ച് കാണുന്നില്ല. അങ്ങയുടെ ഇടപെടൽ ഏറ്റവും ശക്തമായി ഉണ്ടാകണം. ഈ പോലീസ് സംവിധാനത്തിന്റെ പുഴുക്കുത്തുകളെ ഭരണപക്ഷ MLA തന്നെ പറയുന്നു എന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. അരുൺകുമാറിന്റെ ചോദ്യത്തിൽ നിന്ന് ആദ്യത്തെ ചോദ്യം ചോദിച്ച പോലെ ഞങ്ങൾ ഞെട്ടിത്തെറിച്ച് നിൽക്കുമെന്നല്ല, ഞങ്ങൾ ഇതൊക്കെ കണ്ടവരും വിളിച്ചു പറഞ്ഞവരുമാണ്. ഭരണപക്ഷ MLA കേരളം ഞെട്ടിയെങ്കിൽ അതിന്